കോഴിക്കോട് ജില്ലയുടെ വടക്ക് നിന്ന് തുടങ്ങി കണ്ണൂരിലേക്ക് നീണ്ടുകിടക്കുന്ന ലോക്സഭാ മണ്ഡലമായ വടകരയിൽ രണ്ട് എംഎൽഎമാർ തമ്മിലാണ് പോരാട്ടം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ കെ ശൈലജയുടെയും ശക്തമായ ത്രികോണ മത്സരം നടന്ന പാലക്കാട് മിന്നും വിജയം നേടിയ ഷാഫി പറമ്പിലും. ശൈലജയുടെ ജനസമിതിയിൽ മണ്ഡലം പിടിക്കാൻ LDF ഇറങ്ങിയപ്പോൾ ജനസമിതിയിൽ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഷാഫി പറമ്പിലിനെ നിർത്തി UDF പ്രതിരോധം തീർത്തതോടെയാണ് വടകരയിലെ തെരഞ്ഞെടുപ്പ് ചിത്രം മാറിമറിഞ്ഞത്. മോദി ഗ്യാരണ്ടിയിലൂടെ മണ്ഡലത്തിൽ വിജയം നേടാൻ NDAയും കളത്തിലുണ്ട്. പോരാട്ടത്തിന്റെ കനൽക്കാറ്റ് വീശുന്ന വടകരയിൽ ആര് വാഴും ആര് വീഴുമെന്നത് പ്രവചനാതീതമാണ്. മത്സരരംഗത്തേക്ക് ശൈലജ ടീച്ചറും പിന്നാലെ തന്നെ ഷാഫി പറമ്പിലും കടന്നു വന്നപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് പോരാട്ടം കൊഴുത്തിരുന്നു. എന്നാൽ പാനൂരിൽ അപ്രതീക്ഷിതമായുണ്ടായ ബോംബ് സ്ഫോടനം കുറച്ചൊന്നുമല്ല ശൈലജയുടെയും CPMന്റെയും ജനപ്രാതിനിധ്യം കുറച്ചത് എന്ന് തന്നെ പറയാം. പാനൂർ സ്ഫോടനം വടകര മണ്ഡലത്തിൽ ഉൾപ്പെടെ തിരിച്ചടിയുണ്ടാക്കുമെന്ന വിലയിരുത്തലിനെ തുടർന്ന് CPM നേതൃത്വത്തിൽ അഭിപ്രായ ഭിന്നതകൾ അടക്കം ഉടലെടുത്തിരുന്നു. വടകരയിൽ ശൈലജയുടെ തെരഞ്ഞെടുപ്പ് സാധ്യതയെ പ്രതികൂലമായി ബാധിക്കുന്നതാണ് പാനൂർ മുളിയത്തോട്ടിലെ സ്ഫോടനമെന്ന വിമർശനമാണ് ഒരു വിഭാഗം പാർട്ടി നേതാക്കൾ ഉയർത്തിയ അഭിപ്രായം. വടകര പാർലമെന്റ് മണ്ഡലത്തിൽ CPM സംസ്ഥാന കമ്മിറ്റി അംഗമായ P ജയരാജനായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചുക്കാൻ പിടിച്ചത്. അതുകൊണ്ട് തന്നെ പാർട്ടി പ്രവർത്തകർ നടത്തിയ ബോംബ് നിർമ്മാണത്തെ ചൊല്ലിയുള്ള വിമർശനങ്ങൾ ഏറെയും വിരൽ ചൂണ്ടിയതും P ജയരാജനിലേക്കാണ്. TP ചന്ദ്രശേഖരൻ വധക്കേസും CPMന്റെ അക്രമ രാഷ്ട്രീയവും ചർച്ചയാകുന്ന വടകര മണ്ഡലത്തിൽ CPMന് ഒരു ഇരുട്ടടി തന്നെയായിരുന്നു പാനൂർ സ്ഫോടനം. ഒപ്പം സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടയാൾക്കൊപ്പമുള്ള ശൈലജയുടെ ഫോട്ടോയും വലിയ തരത്തിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. പാനൂർ സ്ഫോടനത്തിന്റെ ചീത്തപ്പേരിൽ നിന്നും ഒരു മോചനം എന്ന നിലയ്ക്കായിരുന്നു CPM പിന്നീട് കോൺഗ്രസിന് നേരെ തിരിയുന്നത്. വടകരയിലെ ഇടത് സ്ഥാനാർത്ഥിയായ ശൈലജ ടീച്ചറുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുന്നു എന്നതായിരുന്നു അടുത്ത വിവാദ വിഷയം. ശൈലജയുടെ മോർഫ് ചെയ്ത വീഡിയോ പ്രചരിപ്പിച്ചുവെന്ന വിവാദം ഒരാഴ്ചയോളം കത്തിനിന്ന ശേഷം പിന്നീട് കെ ശൈലജ തന്നെ വിഷയത്തിൽ വ്യക്തത വരുത്തുകയും ചെയ്തു. മോർഫ് ചെയ്ത വീഡിയോ ഇറങ്ങിയെന്ന് പറഞ്ഞിട്ടില്ല, മുഖം വെട്ടിയൊട്ടിച്ചുള്ള പോസ്റ്റർ പ്രചരിക്കുന്നുവെന്നാണ് വാർത്താ സമ്മേളനത്തിൽ താൻ പറഞ്ഞതെന്ന് കെ ശൈലജ വ്യക്തമാക്കിയതോടെയാണ് വിവാദത്തിന് വഴിത്തിരിവായത്. ഇതോടെ ഇത്രയും ദിവസം തനിക്കെതിരെ തുറന്ന പോര് നടത്തിയവർ മാപ്പ് പറയുമോ എന്ന ചോദ്യം ഉന്നയിച്ച് ഷാഫി പറമ്പിലും രംഗത്തെത്തി. വടകരയിലെ വോട്ടെടുപ്പ് പുരോഗമിക്കുമ്പോൾ ആർക്കൊപ്പമാണ് ജനങ്ങൾ എന്നത് തന്നെയാണ് കേരളം ഉറ്റുനോക്കുന്നത്. അത് TP കൊലക്കേസിലെ മുഖ്യ സൂത്രധാരന്മാരെന്ന് വടകരയും കേരളവും വിശ്വസിക്കുന്ന CPM ആകുമോ അതോ പാലക്കാട് നിന്നുമെത്തിയ ഷാഫി പറമ്പിലാകുമോ എന്നത് കാത്തിരുന്ന് കാണാം.